ജോലി, ശമ്പളം, സാമ്പത്തിക പശ്ചാത്തലം മുതൽ മുൻകാല ബന്ധങ്ങൾ വരെ രഹസ്യമായി അന്വേഷിച്ചറിയുന്ന രീതിയാണ് ഇപ്പോൾ രാജ്യത്തൊട്ടാകെ വർദ്ധിച്ചു വരുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്തരം അന്വേഷണങ്ങൾ ഇപ്പോൾ കൂടുന്നത്? പണ്ട് നാട്ടുകാരും ബന്ധുക്കളും വഴി പരസ്പരം കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ എളുപ്പമായിരുന്നു. എന്നാൽ ഇന്ന് പലരും ജോലി ആവശ്യങ്ങൾക്കായി മറ്റ് നഗരങ്ങളിലാണ് താമസം. വലിയ ഫ്ളാറ്റുകളിലും മറ്റും അയൽക്കാർക്ക് പോലും പരസ്പരം അറിയില്ല. വിവാഹശേഷം ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് ജീവിതം തകരുന്നതിനേക്കാൾ നല്ലത് മുൻകൂട്ടി കാര്യങ്ങൾ അന്വേഷിച്ച് ഉറപ്പുവരുത്തുന്നതാണെന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങി. ഒരു കല്യാണം ആലോചിക്കുമ്പോഴേ എന്തൊക്കെയാ ചെയ്യുക? ആദ്യം തന്നെ ആ പയ്യനെക്കുറിച്ച് അല്ലെങ്കിൽ പെൺകുട്ടിയെക്കുറിച്ച് നാട്ടിൽ അന്വേഷിക്കും, അല്ലേ? ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഉത്തരവാദിത്വമാണത്. എന്നാൽ ഇന്ന് ആ കഥയൊക്കെ മാറി. ഇപ്പോൾ ആ ജോലി ഏറ്റെടുത്തിരിക്കുന്നത് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസികളാണ്. പങ്കാളിയുടെ ജോലി, സാമ്പത്തിക സ്ഥിതി, മുൻകാല ബന്ധങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ രഹസ്യമായി പരിശോധിക്കുന്ന പ്രവണത ഇന്ത്യയിൽ അതിവേഗം വളരുകയാണ്. വലിയ പ്രതീക്ഷയോടെയാണ് ഓരോരുത്തരും വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത്. എന്നാൽ കണ്ടതെല്ലാം സത്യം, കേട്ടതെല്ലാം പവിത്രം എന്ന് വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കാൻ ഇന്നത്തെ തലമുറ തയ്യാറല്ല. മാട്രിമോണിയൽ സൈറ്റുകളിലെയും സോഷ്യൽ മീഡിയയിലെയും തിളക്കമുള്ള വിവരങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ചില അപ്രിയ സത്യങ്ങളുമുണ്ട്. ചുമ്മാതല്ല, മിന്നുകെട്ടുന്നതിനു മുമ്പ് പങ്കാളിയുടെ ജാതകത്തിന് പകരം മറ്റു ചുറ്റുവട്ടങ്ങളും കൂടി പരിശോധിക്കുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് അന്വേഷണങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ വൻ ഡിമാൻഡ് ഏറുന്നത്. ജോലി, ശമ്പളം, സാമ്പത്തിക പശ്ചാത്തലം മുതൽ മുൻകാല ബന്ധങ്ങൾ വരെ രഹസ്യമായി അന്വേഷിച്ചറിയുന്ന രീതിയാണ് ഇപ്പോൾ രാജ്യത്തൊട്ടാകെ വർദ്ധിച്ചു വരുന്നത്. ഇതിലെ ഏറ്റവും രസകരവും എന്നാൽ ഞെട്ടിക്കുന്നതുമായ കാര്യം എന്താണെന്നാൽ, ചെറിയ സംശയം തോന്നി ആളുകൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവുകളെ സമീപിക്കുമ്പോൾ 90% കേസുകളിലും ആ സംശയം ശരിയാണെന്ന് അന്വേഷണത്തിൽ തെളിയുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ പോലും മറച്ചുവെക്കുന്ന പ്രവണത കല്യാണത്തിന് മുമ്പ് തന്നെ തുടങ്ങുകയാണ് എന്ന് ചുരുക്കം. വലിയ IT കമ്പനിയിലോ ഉയർന്ന തസ്തികയിലോ ജോലി ചെയ്യുന്നു എന്ന് പറയുമെങ്കിലും അന്വേഷിക്കുമ്പോൾ ചെറിയ ജോലിയോ അല്ലെങ്കിൽ ജോലി തന്നെ ഇല്ലാത്ത അവസ്ഥയോ ആയിരിക്കും. അതുപോലെ വലിയ ബാങ്ക് വായ്പകൾ, കടങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പുകൾ മറച്ചുവെക്കുന്നത് കൂടുകയാണ്. മുമ്പ് വിവാഹം കഴിച്ചതോ ഡിവോഴ്സ് ആയതോ അല്ലെങ്കിൽ നിലവിൽ മറ്റു ബന്ധങ്ങളുള്ളതോ ആയ വിവരങ്ങൾ ഒളിച്ചു വെക്കുന്നവരും ഉണ്ട്. മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം അല്ലെങ്കിൽ അക്രമ സ്വഭാവം പോലുള്ള കാര്യങ്ങളും ഒളിച്ചു വെക്കുന്നതായി ഒട്ടേറെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവുകൾ നടത്തുന്ന അന്വേഷണങ്ങളിൽ പിടിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത്തരം അന്വേഷണങ്ങൾ ഇപ്പോൾ കൂടുന്നത്? പണ്ട് നാട്ടുകാരും ബന്ധുക്കളും വഴി പരസ്പരം കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ എളുപ്പമായിരുന്നു. എന്നാൽ ഇന്ന് പലരും ജോലി ആവശ്യങ്ങൾക്കായി മറ്റ് നഗരങ്ങളിലാണ് താമസം. വലിയ ഫ്ളാറ്റുകളിലും മറ്റും അയൽക്കാർക്ക് പോലും പരസ്പരം അറിയില്ല. സോഷ്യൽ മീഡിയ, മാട്രിമോണിയൽ സൈറ്റുകൾ എന്നിവ വഴി പരിചയപ്പെടുന്ന ആളുകൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും സത്യമാണോ എന്ന് നേരിട്ട് ഉറപ്പുവരുത്താൻ വധൂവരന്മാർക്കോ വീട്ടുകാർക്കോ വേറെ വഴിയില്ല. വിവാഹശേഷം ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് ജീവിതം തകരുന്നതിനേക്കാൾ നല്ലത് മുൻകൂട്ടി കാര്യങ്ങൾ അന്വേഷിച്ച് ഉറപ്പുവരുത്തുന്നതാണെന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങി. പൊരുത്തവും സ്നേഹവും പോലെ തന്നെ പ്രധാനമാണ് പരസ്പര വിശ്വാസവും എന്നതിന് പുതുതലമുറ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിനാൽ വലിയൊരു ജീവിത തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പങ്കാളി പറഞ്ഞ വിവരങ്ങൾ സത്യമാണോ എന്നുറപ്പുവരുത്താൻ ഇന്ന് ധാരാളം കുടുംബങ്ങൾ പ്രൈവറ്റ് ഏജൻസികളെ ആശ്രയിക്കുന്നുണ്ട്. മുൻപൊക്കെ മാതാപിതാക്കളായിരുന്നു മക്കളുടെ പങ്കാളികളെക്കുറിച്ച് അന്വേഷിക്കാൻ ഏജൻസികളെ സമീപിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അന്വേഷണം ആവശ്യപ്പെട്ടു വരുന്നവരിൽ 60% പേരും ചെറുപ്പക്കാരായ വധൂവരന്മാർ തന്നെയാണ്. പ്രണയബന്ധങ്ങളിലാണെങ്കിൽ പോലും സംശയങ്ങൾ ദൂരീകരിക്കാൻ ഇവർ രഹസ്യമായി ഏജൻസികളെ സമീപിക്കാറുണ്ട്. ഒരു സാധാരണ പശ്ചാത്തല പരിശോധനയ്ക്ക് 25,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് ഏജൻസികൾ ഈടാക്കുന്നത്. എന്നാൽ ഫോട്ടോ, വീഡിയോ തെളിവുകൾ, വേറെ സ്ഥലങ്ങളിൽ പോയുള്ള അന്വേഷണം എന്നിവ ആവശ്യമായി വന്നാൽ ചെലവ് 60,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ഉയർന്നേക്കാം. അല്പം പണം ചെലവായാലും വിവാഹത്തിന് മുമ്പ് സത്യം മനസ്സിലാക്കാമല്ലോ എന്ന ചിന്തയാണ് ഇന്ന് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് സേവനം തേടിപ്പോകാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. ജീവിതത്തിലെ ഇത്തരം വലിയ തീരുമാനങ്ങൾ സുരക്ഷിതമാക്കാൻ ആളുകൾ ചെലവിടുമ്പോൾ അത് സ്വകാര്യ അന്വേഷണ ഏജൻസികൾക്ക് വമ്പൻ ബിസിനസ്സായി മാറുകയാണ്.